നമസ്കാരം. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വരുന്ന 26-ാം തീയതി ഒരു പുണ്യസുദിനമാണ്, ശ്രീകൃഷ്ണ ജയന്തി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി ഉണ്ണിക്കണ്ണൻ ജന്മമെടുത്ത പുണ്യസുദിനം. കൃഷ്ണൻ എന്നു പറയുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുക ഭഗവാന്റെ പല പല ഭാവങ്ങളാകും. ഏറ്റവും വികൃതിയായ എല്ലാ കുരുത്തക്കേടുകളും ഒപ്പിച്ച് അവസാനം അമ്മയെ നോക്കി പുഞ്ചിരി തൂകുന്ന, അമ്മയുടെ എല്ലാ ദേഷ്യവും തൻ്റെ ചെറുപുഞ്ചിരിയിൽ അലിയിച്ചു കളയുന്ന കള്ളക്കണ്ണൻ. മനസ്സിനെ അലിയിക്കുന്ന വിധത്തിൽ, സ്വയം മറക്കുന്ന വിധത്തിൽ മനോഹരമായ വേണുനാദം കൊണ്ട് മനം മയക്കുന്ന കൃഷ്ണൻ. ഭഗവാൻ ശ്രീ മഹാദേവന് പോലും ഒരു ഗോപികയായി പങ്കുചേരുവാൻ തോന്നുന്ന വിധത്തിൽ വൃന്ദാവനത്തിലെ കുളിരുള്ള രാത്രികളിൽ രാസലീലയിൽ ഗോപികളുമായി മനോഹരമായി നൃത്തമാടുന്ന കൃഷ്ണൻ. ധീരനായ യോദ്ധാവ്, ശത്രുക്കളെ ഏത് മാർഗത്തിലും കീഴ്പ്പെടുത്തുന്ന ബുദ്ധിശാലി, സമർത്ഥനായ രാഷ്ട്രതന്ത്രജ്ഞൻ, ഏതാപത്തിലും സഹായത്തിനെത്തുന്ന ആത്മസുഹൃത്ത്, ഏറ്റവും ഉയർന്ന ക്രമത്തിലുള്ള യോഗിവര്യൻ. അങ്ങനെ എത്രയെത്ര ഭാവങ്ങളാണ് ഭഗവാനുള്ളത്. കൃഷ്ണനെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത വിധത്തിൽ കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദുര്യോധനന്റെ വാക്കുകളിൽ പുഞ്ചിരിക്കുന്ന ഒരു ദുഷ്ടനുണ്ടെങ്കിൽ അതാണ് കൃഷ്ണൻ. ആരാണ് കൃഷ്ണനെ ദൈവമെന്ന് പറയുന്നത്? അതായിരുന്നു ദുര്യോധനന്റെ ധാരണ. കൃഷ്ണന്റെ ബാല്യകാല സഖിയായ രാധാദേവി പറയും, കൃഷ്ണൻ സദാ എന്നോടൊപ്പമുണ്ട്. അവൻ എവിടെയായിരുന്നാലും എപ്പോഴും എന്നോടൊപ്പമുണ്ട്. അവൻ ആരുടെ ആയിരുന്നാലും അവൻ സദാ എന്നോടൊപ്പമുണ്ട്. അതായിരുന്നു രാധയുടെ ധാരണ. ഇതുപോലെ എത്ര ഭാവങ്ങൾ വേണമെങ്കിലും വർണ്ണിക്കാം. ഭഗവാൻ ആരാണെന്നതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ വ്യത്യസ്ത ആളുകൾ കണ്ടു, അനുഭവിച്ചു. ചിലർക്ക് ഭഗവാൻ ഈശ്വരനാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വഞ്ചകനാണ്. ചിലർക്ക് കാമുകനാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പോരാളിയാണ്, ചിലർക്ക് ആത്മമിത്രമാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൻ്റെ സാരാംശം ആസ്വദിക്കണമെങ്കിൽ, കൃഷ്ണൻ എന്ന് വിളിക്കുന്ന ബോധം നമ്മളെ സ്പർശിക്കണമെങ്കിൽ ഭഗവാന്റെ ലീലകളെ നമ്മൾ ഉൾക്കൊള്ളണം. ഭഗവാൻ ജനിക്കുമ്പോൾ മുതൽ വളരെ കഠിനമായ പരിസ്ഥിതികളെ നേരിട്ടാണ് വളർന്നു വന്നത്. കംസൻ എന്ന ഘാതകൻ തൊടുത്തുവിടുന്ന അപകടങ്ങളിൽ പതിയിരിക്കുന്ന മരണത്തെ മുഖാമുഖം കണ്ടാണ് ഭഗവാൻ വളർന്നത്. എന്നാൽ എല്ലാ പരിതസ്ഥിതികളിലും താൻ എവിടെയാണോ അവിടം ആഘോഷമാക്കുകയായിരുന്നു, ഒരു ഉത്സവമാക്കുകയായിരുന്നു ഭഗവാൻ. ഒരു പുഷ്പം എങ്ങനെയാണോ സുഗന്ധം പരത്തി മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നത്, അതുപോലെ താൻ എവിടെയായിരുന്നാലും ഏത് പരിസ്ഥിതിയിലായിരുന്നാലും സ്വയം ആനന്ദിക്കുകയും മറ്റുള്ളവരിലേക്ക് ആ ആനന്ദം പകരുകയും ചെയ്തിരുന്നു ഭഗവാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ജീവിതത്തോട് തന്നെ നമുക്ക് മടുപ്പ് തോന്നാറുണ്ട്. പലരും ജീവിതം അവസാനിപ്പിക്കാൻ വരെ ശ്രമിക്കാറുണ്ട്. ഇവിടെയാണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രസക്തി. പിറന്നയുടനെ പെറ്റമ്മയുടെ സ്നേഹലാളനകൾ അനുഭവിക്കാതെ വൃന്ദാവനത്തിലേക്ക് പോകേണ്ടി വന്നു. തുടരെ തുടരെ മരണം മുട്ടിവിളിക്കുന്ന ജീവിതം, എന്നും പ്രതിസന്ധികൾ. സ്വന്തം കുലം വരെ മുച്ചൂടും മുടിയുന്നത് കണ്ട് മനസ്സ് പതറാതെ ആർക്കെങ്കിലും പുഞ്ചിരിക്കുവാൻ കഴിയുമെങ്കിൽ അത് ഭഗവാന് മാത്രമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്കും വേണ്ടത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നമ്മുടെ മനസ്സാകുന്ന തടവറയിൽ ശ്രീകൃഷ്ണ ബോധം അവതാരം ചെയ്യണം. എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തെ നോക്കിക്കണ്ടത്, അതുപോലെ നമ്മളും ജീവിതത്തെ നോക്കിക്കാണാൻ ശീലിക്കണം. ജീവിതത്തെ ഭഗവത് ലീലയായി കാണണം. ഭഗവാനെ സുഹൃത്തായോ കുഞ്ഞായോ ഈശ്വരനായോ എങ്ങനെ വേണമെങ്കിലും കാണാം.
ജീവിതത്തിൽ ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും അതെല്ലാം ഭഗവാന്റെ പ്രസാദമായി സ്വീകരിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ മനോഭാവം നമ്മൾ ആർജിച്ചാൽ ഭഗവാൻ തരുന്ന ഒരു ഉറപ്പുണ്ട്, അത് ഭഗവാൻ പാലിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അനന്യാശ്ചിന്തയന്തോ മാം യേജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ ആരാണോ തന്നിൽ നിന്ന് അന്യനല്ലാതെ കണ്ട് ഉപാസിക്കുന്നത്, ആരുടെ ബോധമാണോ കൃഷ്ണനിൽ സദാ ഉറച്ചു നിൽക്കുന്നത്, അവരുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരും. പറയുന്ന പോലെ അത്ര സരളമല്ല ഇത്. ഭഗവാൻ സ്വന്തം കുലം മുടിഞ്ഞപ്പോഴും പുഞ്ചിരി തൂകിയതേയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി, ഭഗവാൻ കൂടെയുണ്ട് എന്ന ബോധം നമുക്കും വേണം. ആ ബോധം മാത്രം മതി നമ്മുടെ ജീവിതം സാർത്ഥകമാകുവാൻ. ആയതിനാൽ ഈ ജന്മാഷ്ടമിക്ക് ഭഗവാൻ എല്ലാവരുടെയും മനസ്സിൽ അവതരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് ഗുണകരമാണ്. അഷ്ടമി രോഹിണിയുടെ തലേന്ന് സൂര്യാസ്തമനം മുതൽ വ്രതം ആരംഭിക്കാം. അത്താഴത്തിന് ധാന്യഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴമോ പാലോ കഴിക്കാം. പിറ്റേന്ന് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഒരിക്കലോടെയോ ലഘുഭക്ഷണം മാത്രം കഴിച്ചോ വ്രതം അനുഷ്ഠിക്കാം. അഷ്ടമി രോഹിണി ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ നിന്ന് ആ വിഗ്രഹത്തിൽ നോക്കി 108 കുറയാതെ ഭഗവാന്റെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ഭക്തിപൂർവം ജപിക്കുക. കർമ്മവിജയത്തിനും ജോലി ലഭിക്കാനുമായി പുരുഷ സൂക്താർച്ചന, ഭാഗ്യലബ്ധിക്കും ധനത്തിനും ഭാഗ്യസൂക്താർച്ചന, സകലവിധ ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും നീങ്ങുവാൻ സുദർശന മന്ത്രാർച്ചന, സന്താന സൗഭാഗ്യത്തിനായി സന്താന ഗോപാല മന്ത്രാർച്ചന, ദീർഘായുസ്സിനായി ആയുർഗോപാല മന്ത്രാർച്ചന, വിവാഹലബ്ധിക്കും സർവവശ്യത്തിനും സർവകാര്യ വിജയത്തിനും രാജഗോപാല മന്ത്രാർച്ചന, വിദ്യാവിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന, സർവ പാപശമനത്തിനായി വിഷ്ണു സഹസ്രനാമാർച്ചന എന്നീ വഴിപാടുകൾ നടത്തുന്നതും അന്നേ ദിവസം ഭഗവാന് തുളസിയില ഭക്തിയോടെ സമർപ്പിക്കുന്നതും ശ്രേഷ്ഠമാണ്. പാൽപ്പായസം, തൃക്കൈവെണ്ണ മുതലായ വഴിപാടുകളും സർവാഭീഷ്ടം നൽകും. അന്നത്തെ ദിവസം ഭാഗവത സംഗ്രഹം പാരായണം ചെയ്താൽ ഭാഗവതം മുഴുവൻ പാരായണം ചെയ്ത ഫലം ലഭിക്കും. പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്കായി ഭാഗവത സംഗ്രഹം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് ഭക്തിപൂർവം കേൾക്കുക. ഇനി ഭാഗവത സംഗ്രഹം പാരായണം ചെയ്യാൻ പറ്റാത്തവർക്ക് ഏകശ്ലോകി ഭാഗവതം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഇടുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസീ തീർത്ഥം കുടിച്ച് വ്രതം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.